ഹലോ, ഇന്ന് ഞാനൊരു ഡേ ഇൻ മൈ ലൈഫായിട്ടാണ് വന്നിട്ടുള്ളത്. കുട്ടികൾ സ്കൂളിലൊക്കെ പോയി, പിന്നെ ഞങ്ങൾ കുറച്ച് നടക്കാനൊക്കെ പോയി വന്നതിന് ശേഷം എനിക്കും ഹസ്ബൻഡിനുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ മസാല ദോശയാണ്. കുട്ടികൾക്ക് ടിഫിനിൽ കൊടുത്തു വിട്ടത് മസാല ദോശ തന്നെയായിരുന്നു. അപ്പോൾ ഞങ്ങൾക്കുള്ളത് കഴിക്കാൻ പോകുന്ന സമയത്ത് ഉണ്ടാക്കാൻ കരുതിയിട്ട് അങ്ങനെ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഈ സമയത്ത് ഹസ്ബൻഡ് ഓഫീസിൽ പോകാൻ വേണ്ടിയിട്ട് കുളിച്ച് ഫ്രഷൊക്കെ ആവുന്നുണ്ട്. അപ്പോൾ ഞാൻ വേഗം തന്നെ ഞങ്ങൾക്കുള്ള മസാല ദോശ ഉണ്ടാക്കിയെടുക്കുന്നതാണിത്. നോർമലി എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ നമ്മളിപ്പോൾ ഈ ദോശ മാവ് അരക്കുമ്പോൾ ഒരു ദിവസം ഇഡ്ഡലി, ഒരു ദിവസം ദോശ അങ്ങനെ ആയിരിക്കുമല്ലോ. അപ്പോൾ ഞാൻ തലേന്ന് ഇഡ്ഡലി ആയിരുന്നു ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് അത് മസാല ദോശക്കുള്ള മാവ് കറക്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ ഉണ്ടാക്കി ചായയൊക്കെ ഉണ്ടാക്കി ഞാനും ഹസ്ബൻഡും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനിരുന്നു. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല മുരിഞ്ഞ ദോശയൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റ്. അങ്ങനെ ഞങ്ങൾ അടിപൊളിയായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ ഞാൻ വേഗം തന്നെ പാത്രങ്ങൾ കഴുകാൻ നിന്നു. അങ്ങനെ പാത്രം കഴുകലൊക്കെ കഴിഞ്ഞ് ഞാനും ഹസ്ബൻഡിൻ്റെ കൂടെ താഴേക്ക് ഇറങ്ങി. ഹസ്ബൻഡ് ഓഫീസിൽ പോകുമ്പോൾ ഞാൻ താഴെ പോയിട്ട് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് നല്ല ഫ്രഷ് ചീര വാങ്ങാമെന്ന് കരുതി ഇന്ന് ചോറിന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചീരയും തേങ്ങയും വാങ്ങിച്ചിട്ട് ഞാൻ തിരിച്ച് വന്ന് ഹസ്ബൻഡ് ഓഫീസിലേക്ക് പോയി. അപ്പോൾ ഈ രാവിലെ തന്നെ ആകുമ്പോൾ നല്ല ഫ്രഷ് വെജിറ്റബിൾസൊക്കെ ഫ്രഷ് വന്നതായിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ കരുതിയിട്ടാണ് അപ്പോൾ ഞാൻ പോയത്. അപ്പോൾ എനിക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള ചീര കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ പച്ച ചീരയായിരുന്നു വാങ്ങിച്ചത്. അങ്ങനെ അതൊക്കെ കിച്ചണിലേക്ക് കൊണ്ടുവച്ചു. പിന്നെ ഞാൻ വേഗം തന്നെ ചോറിന് വേണ്ടിയിട്ടുള്ള അരി അവിടെ വെള്ളത്തിലിട്ട്. അപ്പോൾ ഇന്ന് കറിയായിട്ട് ഞാൻ ബീഫ് കറി ഉണ്ടാക്കാമെന്ന് കരുതി. ഉച്ചയ്ക്ക് ബീഫ് കറി വെച്ചാൽ രാത്രി കക്കറോട്ടി ഉണ്ടാക്കാമെന്ന് കരുതിയിട്ടാണ് അങ്ങനെ ഉണ്ടാക്കുന്നത്. അപ്പോൾ കക്കറോട്ടിക്കുള്ള അരിയൊക്കെ ഞാൻ രാവിലെ തന്നെ പൊതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബീഫ് ഞാൻ വേഗം തന്നെ ഒന്ന് കട്ട് ചെയ്ത് അത് വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. പിന്നെ വേഗം തന്നെ ബീഫ് കറി അടുപ്പത്താക്കി. അതൊന്നും ഞാൻ വീഡിയോ കാണിച്ചിട്ടില്ല. മുൻപുള്ള വീഡിയോയിലൊക്കെ ഞാൻ അതിൻ്റെ റെസിപ്പിയൊക്കെ കാണിച്ചതാണ്. അങ്ങനെ ഞാൻ വേഗം തന്നെ ആ ചീര നല്ലപോലെ വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വേഗം തന്നെ കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് ചീര വറവുണ്ടാക്കാൻ വേണ്ടിയിട്ട്. പണ്ടൊക്കെ എൻ്റെ വീട്ടിൽ നിന്ന് ഈ നമ്മൾ ചുവന്ന ചീരയില്ല അത് വാങ്ങിക്കും. പച്ചച്ചീരയൊക്കെ വീട്ടിൻ്റെ ബാക്ക് സൈഡിലൊക്കെ ഉണ്ടായിട്ട് മാമ ഇങ്ങനെ നട്ടുപിടിപ്പിച്ചതുണ്ടായിട്ട് ഞങ്ങളതാണ് ചോറിനെല്ലാം വറുക്കുക. അങ്ങനെ ചീരയൊക്കെ കട്ട് ചെയ്ത് അതിലേക്കുള്ള സവാളയും പച്ചമുളകും എല്ലാം കട്ട് ചെയ്തു. ഞാൻ ഈ ചീര വറവുണ്ടാക്കുമ്പോൾ കറിവേപ്പില ഇടില്ല. കാരണം ആ ചീരൻ്റെ കൂടെ കടിക്കുമ്പോൾ എനിക്കെന്തോ ഒരു ടേസ്റ്റ് പറ്റില്ല. അല്ലാതെ കറിയിൽ നിന്നെല്ലാം ഞാൻ ഇത് കഴിക്കും, കറിവേപ്പില കഴിക്കും. പക്ഷേ ഈ വറവിലൊക്കെ കടിക്കുമ്പോൾ എനിക്കെന്തോ ഇഷ്ടമല്ല. അങ്ങനെ അതവിടെ ചൂടാകുന്ന സമയം കൊണ്ട് ഞാൻ കരുതി വേഗം കക്കറോട്ടിൻ്റെ അരിയും ഒന്ന് കഴുകി എടുക്കാമെന്ന്. അങ്ങനെ കക്കറോട്ടിൻ്റെ അരിയും കഴുകി എടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും എൻ്റെ ചീര ഉണ്ടാക്കേണ്ട ചട്ടി ചൂടായി വന്നപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കടുക് പൊട്ടിച്ചിട്ട് നമ്മൾ സാധാ വറവ് ഉണ്ടാക്കുമല്ലോ അതുപോലെ തന്നെ അങ്ങ് ഉണ്ടാക്കുന്നതാണ്. അരിഞ്ഞ് വെച്ച ചീരയും സവാളയും പച്ചമുളകും അതിലേക്ക് ഇട്ട് കൊടുത്ത് ഇനി അതൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് അടച്ചു വെക്കാം. ഉപ്പ് ഞാൻ ഇപ്പം ചേർക്കുന്നില്ല. ആ ചീരയൊക്കെ ഒന്ന് സോഫ്റ്റായിട്ട് വരുമല്ലോ, ആ ഒരു സമയത്ത് വാടി വന്നു കഴിഞ്ഞാൽ ഇട്ട് കൊടുക്കാമെന്ന് കരുതി. അപ്പോൾ ചീര മിക്സാക്കി കൊടുത്തിട്ട് ഇനി അത് അവിടെ അടച്ചു വെക്കാം. ഈ സമയം എൻ്റെ ബീഫ് കറീൻ്റെ വിസിലൊക്കെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അതവിടെ നാകുന്ന സമയം കൊണ്ട് ഞാൻ കരുതി വേഗം കക്കറോട്ടിൻ്റെ അരി അരച്ചെടുക്കാം. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് സവാളയും തേങ്ങയും എടുത്തിട്ടുണ്ട്. ഈ കക്കറോട്ടിൻ്റെ റെസിപ്പി ഞാൻ ഈ റെസിപ്പി വീഡിയോ ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് കുറച്ച് നമുക്ക് പെരുംജീരകം ഇട്ട് കൊടുക്കാം. ഞാനൊരു 3 ടീസ്പൂൺ പോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 2 ഏലക്കയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. പണ്ടൊക്കെ വീട്ടിൽ നിന്ന് ഈ കക്കറൊട്ടി കല്ലുമ്മക്കായ്ക്കൊക്കെ ഉള്ള അരി ഗ്രൈൻഡറിലാണ് അരച്ചെടുക്കൽ. പിന്നെ അത് മിക്സിയിലേക്ക് മാറിയപ്പോൾ ഈ ഒരു പരുവത്തിൽ വേണം അരച്ചെടുക്കുക. കൂടുതൽ വെള്ളം ഒഴിച്ച് നമ്മൾ ദോശമാവ് പോലെ ഒന്നും ആക്കണ്ട, ഈ ഒരു കൺസിസ്റ്റൻസി ആയിരിക്കണം.
അപ്പോൾ ഇനി ഇതിലേക്ക് കുറച്ച് അരിപ്പൊടി കൂട്ടിയാലും മതിയാവും. അപ്പോൾ ഇനി ഞാൻ ബാക്കിയുള്ളത് ഇതുപോലെ ഒന്ന് അരച്ചെടുക്കട്ടെ. ഈ സമയം എൻ്റെ ചീരയൊക്കെ നല്ലപോലെ വാടി വന്നിട്ടുണ്ട്. ഇനി ഒന്ന് നമുക്ക് ഇളക്കി കൊടുത്തിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക, തേങ്ങയും ചേർത്ത് കൊടുക്കുക. ഞാൻ ഇതിൽ മഞ്ഞൾപ്പൊടിയൊന്നും ഇട്ടിട്ടില്ല, ജസ്റ്റ് ഉപ്പും തേങ്ങയും മാത്രമാണ് ഇട്ട് കൊടുക്കുന്നത്. അതൊന്ന് നമുക്ക് ഇട്ട് കൊടുക്കാം. തേങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു 2-3 മിനിറ്റ് നമുക്ക് നല്ലപോലെ ഇളക്കി കൊടുത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അതവിടെ മാറ്റി വെക്കാം. അപ്പോൾ ഇതാ കക്കറോട്ടിൻ്റെ അരി അരച്ചെടുത്തല്ലോ. ഇനി അതിലേക്ക് കുറച്ചൊരു 1/4 കപ്പോളം നമ്മൾ ഒറോട്ടിപ്പൊടി ഉണ്ടല്ലോ അത് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം. അങ്ങനെ എൻ്റെ കക്കറോട്ടിൻ്റെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കരുതി വേഗം തന്നെ അതൊന്ന് ഉരുട്ടിയെടുക്കാം. അപ്പോൾ ഈ സമയത്ത് എൻ്റെ ബീഫ് കറി ആയിട്ട് ഞാനത് ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വേഗം തന്നെ കക്കറോട്ടിക്കുള്ളത് ഉരുട്ടിയെടുക്കട്ടെ. നമ്മൾ കക്കറോട്ടി എന്നാണ് പറയുക, ചില നാട്ടിൽ ഇതിന് കുഞ്ഞിപ്പത്തിൽ എന്നൊക്കെ പറയും. ഞങ്ങൾക്കിത് കക്കറോട്ടിയാണ്. എൻ്റെ വീട്ടിൽ നിന്നൊക്കെ കക്കറോട്ടി ഉണ്ടാക്കുമ്പോൾ വാഴയിലയിൽ കുറച്ചായിട്ട് ഒരു തട്ട് പോലെ ആക്കിയിട്ടാണ് ചെയ്യുക. അപ്പോൾ ഞാൻ ചെയ്യുമ്പോൾ ഇങ്ങനെ തന്നെ ഈ ഒരു ആവിച്ചമ്പിൽ ഇങ്ങനെ അങ്ങ് മൊത്തത്തിലുള്ളത് ചെയ്യുക. അപ്പോൾ എല്ലാ കക്കറൊട്ടി ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കുക. അങ്ങനെ അതവിടെ അടുപ്പത്ത് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ കിച്ചണൊക്കെ ക്ലീൻ ചെയ്ത് ഒന്ന് ഹാളിൽ പോയി. അപ്പോൾ ഞാനൊരു ഹെൽത്തി ബോൾ കഴിക്കാമെന്ന് കരുതി. അപ്പോൾ ഞാൻ ഈ ഹെൽത്തി ബോൾ ഉണ്ടാക്കിയിട്ട് ഇതുപോലെ ഹാളിൽ ഒരു ബൗളിൽ ഇട്ട് വെക്കുക. അപ്പോൾ കുട്ടികൾക്കുള്ളത് അവരെ ലഞ്ച് ബോക്സിൽ കൊടുത്തു വിടും. ഹസ്ബൻഡും ഞാനും ഇങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ കഴിക്കുക. ഡെയിലി ഒന്ന് നല്ലതിൽ കഴിക്കുക. അല്ലാതെ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ ആരും കഴിക്കില്ല. അപ്പോൾ ഇങ്ങനെ ഹെൽത്തി ബോളായിട്ട് കൊടുക്കുമ്പോൾ അവിടെ ഇതാക്കി കഴിഞ്ഞാൽ കഴിക്കും. അപ്പോൾ ഓൾറെഡി ഇട്ട് വെച്ചത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ബാക്കിയുള്ളത് ഫ്രിഡ്ജിൽ വെച്ചതായിരുന്നു. ഞാൻ ഈ ഹെൽത്തി ബോളിൻ്റെ എല്ലാം റെസിപ്പി ഓൾറെഡി വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ നിസ്ത ഗാലറിയിൽ പോയിട്ട് ഹെൽത്തി ബോൾസ് സെർച്ച് ചെയ്താൽ മതി. അങ്ങനെ ബാക്കിയുള്ളതും അവിടെ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ വേഗം ഒന്ന് എല്ലാ സ്ഥലവും ഒന്ന് അടിച്ചു വാരി എടുക്കാൻ നിന്നു. ഇന്ന് എനിക്ക് കാര്യമായിട്ടുള്ള പണികളൊന്നുമില്ല, കാരണം തലേന്ന് ഫ്ലോർ ക്ലീനിങ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് അടിച്ചു വാരൽ മാത്രം. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ വേഗം പോയിട്ട് കുളിച്ചു, നിസ്കരിച്ച്, പിന്നെ കുറച്ച് അലക്കിയിട്ട് തുണികൾ മടക്കി വെക്കാനുണ്ടായിരുന്നു, അതൊക്കെ ചെയ്യാൻ നിന്നു. ഇതിൻ്റെ ഇടയിൽ എൻ്റെ കക്കറോട്ടി ആയിട്ട് ഞാൻ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കക്കറോട്ടി റെസെറ്റ് അതിന് രാത്രി മിക്സ് ചെയ്താൽ മതി. അപ്പോൾ പിന്നെ ഇതിൻ്റെ ഇടയിൽ ഹസ്ബൻഡ് ഓഫീസ് കഴിഞ്ഞ് വന്ന് ലഞ്ച് ബ്രേക്കിന് വന്നതാണ്. പിന്നെ ഞങ്ങൾ ലഞ്ചൊക്കെ കഴിച്ചു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഹസ്ബൻഡ് ഓഫീസിലേക്ക് തിരിച്ചു പോയി. ഞാൻ ഒരു ചോക്ലേറ്റൊക്കെ കഴിച്ചു. പിന്നെ ഞാൻ കാര്യമായിട്ട് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. അപ്പോൾ എൻ്റെ ഒരു മിനി വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പുതിയ വീഡിയോസുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.